നോളജ് അങ്ങനെ കുറവാണ്. കേരളത്തില് കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഏതാണെന്നറിയോ? അപ്പൊ എന്നെ അറിയാത്തവർക്കും എനിക്കറിയാത്തവർക്കും എൻ്റെ പേര് അഖിൽ. അപ്പൊ നമ്മള് അഴീക്കൽ ബീച്ചിലാണെന്നുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ട് ബുക്ക് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു ചലഞ്ചുമായിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. എന്നാൽ അഴീക്കൽ എന്ന ഒരാളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചോദ്യം ചോദിച്ചു നോക്കാം, ഉത്തരം പറയുവാണെങ്കിൽ ബുക്ക് എന്തായാലും ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ ഈ ബുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും. ആംബുലൻസ് ഡ്രൈവർ ആയിരുന്ന ഒരാൾ ഡോക്ടറായി മാറിയിട്ട് അയാളൊരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ആ പുള്ളി എഴുതിയ ബുക്കാണ് കേട്ടോ. ദ റിച്ച് ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ബുക്കാണ് തരാൻ പോകുന്നത്. അലൻ വി എൽ പുള്ളി എഴുതിയ ബുക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാം, ഉത്തരം പറയുകയാണെങ്കിൽ എന്തായാലും ഈ ബുക്ക് ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും. ചോദ്യം ചോദിക്കട്ടെ? നമ്മുടെ കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളം കൂടിയ പാലം ഏതാണെന്നറിയോ? അറിയത്തില്ലേ? സ്ഥലം എവിടാ? കൊല്ലടവ്, ചെങ്ങന്നൂര്. അപ്പം ആലപ്പുഴക്കാരിയാണ്. അപ്പൊ എന്തായാലും അറിഞ്ഞിരിക്കേണ്ടതാണല്ലോ. ആലപ്പുഴയിലാണ് സംഭവം. അറിയില്ല. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അറിയോ? ഒന്ന് ഒരു ചാൻസ് കൂടെ തരാം. ബുക്ക് വായിക്കുന്ന കൂട്ടത്തിലാണോ? വായിക്കാറുണ്ട്. ഞാൻ ഒരു ചാൻസ് കൂടെ തരാം. എന്തായത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആക്കിയിട്ടുണ്ടെങ്കിലും ഈ ബുക്ക് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ? അതെ, ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആള് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫോളോ ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്തായാലും ബുക്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബുക്ക് എടുക്കും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് വേണ്ടി ബുക്ക് വായനയെ പറ്റി എന്താ രണ്ട് മെസ്സേജ് കൊടുക്കാനുള്ളത്? എന്നുവെച്ചാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ കുട്ടികളായാലും മുതിർന്നവരായാലും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിക്കുവാണ്. അപ്പൊ അതിൽ നിന്നൊരു 10 മിനിറ്റ് മാറ്റി വെച്ച് ബുക്ക് വായിക്കുവാണെങ്കിൽ നമ്മളൊന്ന് റിലാക്സ് ആവും. സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്രീ ആയി മനസ്സൊക്കെ ഒന്ന് ഓക്കെ. അപ്പോൾ എപ്പോഴും ഫോൺ തന്നെ യൂസ് ചെയ്യാതെ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ട് ബുക്ക് വായിക്കുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.